പുരാതന ഇന്ത്യയിലെ രണ്ട് പ്രധാന സംസ്കൃത ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. രാമായണം കെട്ടുകഥയാണോ അതോ യഥാർത്ഥ ചരിത്ര വിവരണമാണോ എന്ന ചോദ്യം ചരിത്രകാരന്മാർ, ദൈവശാസ്ത്രജ്ഞർ, പുരാവസ്തു ഗവേഷകർ, പണ്ഡിതന്മാർ, സാഹിത്യകാരന്മാർ എന്നിവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചാ വിഷയമാണ്. വാൽമീകി മഹർഷി രചിച്ച രാമായണം ശ്രീരാമന്റെ വനവാസം, രാക്ഷസ രാജാവായ രാവണൻ തന്റെ ഭാര്യ സീതയെ തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങൾ, സീതയെ രക്ഷിക്കാനുള്ള യുദ്ധം എന്നിവയെക്കുറിച്ച് പറയുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് രാമായണത്തിലെ സംഭവങ്ങളും കഥാപാത്രങ്ങളും അവരുടെ മതപരവും സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ഹിസ്റ്റോറിക്കലായും അക്കാഡമിക്കലായും വിശകലനം ചെയ്യുമ്പോൾ രാമായണം അവതരിപ്പിക്കുന്നത് ഫിക്ഷനാണോ യാഥാർത്ഥ്യമാണോ എന്ന് വ്യക്തമായി പറയാൻ സാധിക്കാത്ത ഒത്തിരി സങ്കീർണതകൾ ഉൾക്കൊള്ളുന്നു. വിഷയം വിശദമായി പരിശോധിക്കുന്നതിന് മുൻപ് മതപരമായ വിശ്വാസങ്ങൾ, ചരിത്ര ഗവേഷണം, പുരാവസ്തു തെളിവുകൾ, സാഹിത്യ വിശകലനം, ആധുനിക വ്യാഖ്യാനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി കോണുകൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. രാമായണം ഒരേ സമയം ചരിത്ര സംഭവങ്ങൾ, പുരാണ പ്രതീകങ്ങൾ, സർഗാത്മകമായ കഥ പറച്ചിൽ എന്നിവയുടെ പ്രതിഫലനമാകുമെന്ന വസ്തുതയിലായിരിക്കാം ഉത്തരം. പല ഹിന്ദു ഭക്തർക്കും രാമായണം യഥാർത്ഥമാണോ എന്ന ചോദ്യം അതിന്റെ ആത്മീയവും ധാർമ്മികവുമായ പാഠങ്ങൾക്ക് ശേഷം മാത്രം വരുന്നതാണ്. ഈ കാഴ്ചപ്പാടിൽ രാമായണത്തിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും, രാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ, രാവണൻ, നീതി, വിശ്വസ്തത, ഭക്തി, നന്മയും തിന്മയും തമ്മിലുള്ള ശാശ്വത പോരാട്ടം തുടങ്ങിയ സാർവത്രിക മൂല്യങ്ങളുടെ മൂർത്തിഭാവങ്ങളാണ്. ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രാമൻ ഒരു ചരിത്രപുരുഷൻ മാത്രമല്ല, മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അദ്ദേഹത്തിന്റെ കഥയെ കേവലം ഒരു ചരിത്ര വിവരണം എന്നതിലുപരി ഒരു ദൈവിക ആഖ്യാനമാക്കി മാറ്റുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി രാമായണം ഒരു പുണ്യഗ്രന്ഥമായി ബഹുമാനിക്കപ്പെടുന്നു. അതിന്റെ സ്വാധീനം ഇന്ത്യക്കപ്പുറത്തേക്കും വ്യാപിക്കുന്നു. തായ്ലൻഡ്, കംബോഡിയ, ഇന്തോനേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് രാമായണത്തിന്റെ സ്വന്തം പതിപ്പുകളുണ്ട്. ഉദാഹരണത്തിന് തായ്ലൻഡിൽ രാമക്കിയൻ എന്നറിയപ്പെടുന്നു. ഈ പതിപ്പുകൾ ഈ രാജ്യങ്ങളുടെ സാംസ്കാരികവും മതപരവുമായ ജീവിതത്തിൽ ആഴത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. ഈ മതപരമായ പശ്ചാത്തലത്തിൽ ചരിത്രപരമായ സത്യസന്ധതയുടെ ചോദ്യം പലപ്പോഴും അപ്രസക്തമായി കാണപ്പെടുന്നു. സംഭവങ്ങൾ കൃത്യമായി വിവരിച്ചതുപോലെ നടന്നാലും ഇല്ലെങ്കിലും രാമായണത്തിലെ സന്ദേശത്തിനും ധാർമ്മിക പഠിപ്പിക്കലുകൾക്കും കാലാതീതമായ പ്രാധാന്യമുണ്ട്. ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ രാമായണം ചരിത്രപരമായ സമയത്തിനും സ്ഥലത്തിനും അതീതമാണെന്ന് പലരും വാദിക്കുന്നു. വ്യത്യസ്ത കാലഘട്ടങ്ങളിലും മണ്ഡലങ്ങളിലും ആവർത്തിക്കുന്ന ഒരു ശാശ്വത സത്യത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു. ഹിന്ദു പ്രപഞ്ചശാസ്ത്രത്തിൽ സമയം ചാക്രികമാണ്. എല്ലാ യുഗത്തിലും ദൈവിക അവതാരങ്ങളും ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടങ്ങളും തിന്മയുടെ മേൽ നന്മയുടെ വിജയം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ രാമായണം വിദൂര ഭൂതകാലത്തിലെ ഒരു പ്രത്യേക ചരിത്ര സംഭവമായിട്ടല്ല, മറിച്ച് വലിയ പ്രപഞ്ചക്രമത്തിന്റെ ഭാഗമായാണ് കാണുന്നത്. രാമായണത്തിന്റെ ചരിത്രപരമായ ആധികാരികതയെക്കുറിച്ച് ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും വളരെ കാലമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഗ്രന്ഥത്തിന്റെ മതപരമായ പ്രാധാന്യം ചോദ്യം ചെയ്യപ്പെടാത്തതാണെങ്കിലും അതിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നത് മറ്റൊരു കാര്യമാണ്. 500 BC-ക്കും 1000 BC-ക്കും ഇടയിലാണ് രാമായണം രചിക്കപ്പെട്ടതെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. എന്നിരുന്നാലും വാക്കാലുള്ള പാരമ്പര്യങ്ങൾ ഇതിനു മുൻപാണ്. രാമായണത്തിലെ സംഭവങ്ങളെ പിന്തുണയ്ക്കുന്ന ചരിത്രപരമായ തെളിവുകൾ കണ്ടെത്തുക എന്ന ദൗത്യം സങ്കീർണമാണ്. പുരാതന ഈജിപ്ത്, ഗ്രീസ്, റോം എന്നിവിടങ്ങളിൽ നാം കണ്ടെത്തുന്നത് പോലെ വിശദമായ തുടർച്ചയായ ചരിത്രരേഖകളുടെ അഭാവം പുരാതന ഇന്ത്യൻ ചരിത്രത്തിലെ സവിശേഷതയാണ്. പുരാതന ഇന്ത്യയെക്കുറിച്ച് നമുക്കറിയാവുന്ന പലതും സാഹിത്യ സ്രോതസ്സുകൾ, ലിഖിതങ്ങൾ, പുരാവസ്തു കണ്ടെത്തലുകൾ എന്നിവയിൽ നിന്നാണ്. അവയിൽ പലതും വ്യത്യസ്ത വ്യാഖ്യാനത്തിന് തുറന്നിരിക്കുന്നു. രാമായണത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് പാഠത്തിൽ വിവരിച്ചിരിക്കുന്ന യഥാർത്ഥ സ്ഥലങ്ങളുടെ നിലനിൽപ്പാണ്. ശ്രീരാമന്റെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന അയോധ്യ ഉത്തരേന്ത്യയിലെ ഒരു യഥാർത്ഥ സ്ഥലമാണ്. ആധുനിക പണ്ഡിതന്മാർ ശ്രീലങ്കയുമായി തിരിച്ചറിയുന്ന ലങ്ക ആഖ്യാനത്തിലെ മറ്റൊരു പ്രധാന സ്ഥലമാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ചുണ്ണാമ്പ് കല്ലുകളുടെ ഒരു ശൃംഖലയായ പ്രസിദ്ധമായ രാമസേതു ശ്രീരാമന്റെ സൈന്യം ലങ്കയിലേക്ക് കടക്കാൻ നിർമ്മിച്ച പാലമായും രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്നു. 2007 നാസയുടെ സാറ്റലൈറ്റ് പ്രോഗ്രാമുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ ഈ വെള്ളത്തിനടിയിലുള്ള രൂപങ്ങളുടെ അസ്തിത്വം വെളിപ്പെടുത്തി. ഇത് രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങളാകുമോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു. ഷോളുകൾ മനുഷ്യനിർമ്മിതമാണെന്ന് ചിലർ വാദിക്കുന്നു. മറ്റുള്ളവർ അവ സ്വാഭാവിക രൂപങ്ങളാണെന്നും വാദിക്കുന്നു. രാമസേതു നിർമ്മിച്ചത് ശ്രീരാമന്റെ വാനര സൈന്യമാണെന്ന് ഹിന്ദു പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും മനുഷ്യനാഗരികതയ്ക്ക് അത്തരമൊരു ഘടന നിർമ്മിക്കുവാൻ ശേഷി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ, അതായത് ഏകദേശം 7000 വർഷങ്ങൾക്ക് മുമ്പാണ് ഷോളുകളുടെ രൂപീകരണം നടത്തിയതെന്ന് ആധുനിക ജിയോളജിസ്റ്റുകൾ കണക്കാക്കുന്നു. എന്നിരുന്നാലും രാമായണത്തിലെ സംഭവങ്ങളെ പ്രത്യേക ചരിത്ര കാലഘട്ടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചരിത്രപരമായ തെളിവുകൾ വിരളമാണ്. രാമായണം തന്നെ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അതിനെ കൃത്യമായി സ്ഥാപിക്കാൻ അനുവദിക്കുന്ന
വ്യക്തമായ ചരിത്ര അടയാളങ്ങൾ നൽകുന്നില്ല. രാമായണത്തിലെ സംഭവങ്ങൾക്ക് പണ്ഡിതന്മാർ നിരവധി തീയതികൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇവയൊന്നും സംശയാതീതമായി തെളിയിക്കാൻ കഴിയില്ല. ഒരു സംശയമുള്ളത്, രാമസേതു പ്രകൃതി നിർമ്മിതിയാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം കടലിനടിയിൽ ഉണ്ടെന്ന് അന്നുള്ളവർ എങ്ങനെ മനസ്സിലാക്കി? നാസ അത് നിർണയിച്ചത് സാറ്റലൈറ്റ് ഇമേജ് വെച്ചല്ലേ? അപ്പോൾ ആ കാലത്ത് എങ്ങനെ അവർ അതറിഞ്ഞു? രാമായണത്തിന്റെ ചരിത്രപരമായ തെളിവുകൾക്കായുള്ള അന്വേഷണത്തിൽ പുരാവസ്തു ശാസ്ത്രം ഒരു പ്രധാന ഉപകരണമാണ്. പക്ഷേ ഫലങ്ങൾ അനിശ്ചിതത്വത്തിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമായണത്തിലെ ഒരു പ്രധാന സ്ഥലമായ അയോധ്യയിലെ ഖനനങ്ങൾ പുരാതന നിർമ്മിതികളും പുരാവസ്തുക്കളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1992 ബാബറി മസ്ജിദ് പൊളിക്കുന്നതുവരെ നിലനിന്നിരുന്ന രാമജന്മഭൂമി സ്ഥലത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI നിരവധി ഉത്ഖനനങ്ങൾ നടത്തിയിട്ടുണ്ട്. മസ്ജിദിന് മുമ്പുള്ള വലിയ ക്ഷേത്ര സമാനമായ നിർമ്മിതിയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ASIയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. യഥാർത്ഥ രാമക്ഷേത്രമായിരിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. എന്നിരുന്നാലും ഈ കണ്ടെത്തലുകൾ വിവാദപരമാണ്. മാത്രമല്ല എല്ലാ പണ്ഡിതന്മാരും അവയുടെ വ്യാഖ്യാനത്തോട് യോജിക്കുന്നില്ല. കൂടാതെ ഈ ഘടനകളെ രാമായണത്തിലെ പ്രത്യേക സംഭവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന നേരിട്ടുള്ള തെളിവുകളൊന്നുമില്ല. അതുപോലെ ശ്രീലങ്കയിലെ ഖനനങ്ങളിൽ ഇതിഹാസത്തിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങളുടെ കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല. രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഭൂമിശാസ്ത്രപരമായ സ്ഥാനങ്ങൾ യഥാർത്ഥ സ്ഥലങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലും വിവരിച്ചതുപോലെ സംഭവങ്ങൾ നടന്നതായി പുരാവസ്തു രേഖ സ്ഥിരീകരിക്കുന്നില്ല. പുരാതന ചരിത്രത്തിൽ ചരിത്രപരമായ സംഭവങ്ങൾ കാലക്രമേണ അലങ്കരിക്കുന്നത് അസാധാരണമല്ല. യുദ്ധങ്ങൾ, വീരന്മാർ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങൾ എന്നിവ പലപ്പോഴും വസ്തുതയും ഫിക്ഷനും കൂടിച്ചേരുന്ന പുരാണ കഥകൾക്ക് അടിസ്ഥാനമായി തീരുന്നു. മറ്റു പല പുരാണ ഇതിഹാസങ്ങളെയും പോലെ രാമായണവും യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാകാം. പിന്നീട് ഐതിഹ്യവൽക്കരിക്കപ്പെട്ടവയാണ്. കഥയുടെ ധാർമ്മികവും ആത്മീയവുമായ പാഠങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഫാന്റസിയുടെയും പ്രതീകാത്മകതയുടെയും ഘടകങ്ങൾ ചേർത്തു. രാമായണം യാഥാർത്ഥ്യമാണോ സാങ്കല്പികമാണോ എന്ന ചോദ്യത്തെ സമീപിക്കാനുള്ള മറ്റൊരു മാർഗം പുരാണങ്ങളുടെയും സാഹിത്യ വിശകലനത്തിന്റെയും കണ്ണടയിലൂടെയാണ്. ഈ വീക്ഷണത്തിൽ രാമായണം അക്ഷരാർത്ഥത്തിൽ ഒരു ചരിത്ര വിവരണമല്ല, മറിച്ച് ജീവിതത്തിന്റെയും സമൂഹത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും സ്വഭാവത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള സത്യങ്ങൾ നൽകുന്ന പ്രതീകാത്മകവും സാങ്കല്പികവുമായ ഒരു കഥയാണ്. കെട്ടുകഥകൾ, സാംസ്കാരിക വിവരണങ്ങൾ എന്ന നിലയിൽ പലപ്പോഴും ഒന്നിലധികം ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു. അവർക്ക് ഒരു ജനതയുടെ ഉത്ഭവം വിശദീകരിക്കാനും സാമൂഹിക ശ്രേണികളെ ന്യായീകരിക്കാനും ധാർമ്മിക പാഠങ്ങൾ പഠിപ്പിക്കാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്വാസം നൽകാനും കഴിയും. ഈ അർത്ഥത്തിൽ ഇന്ത്യൻ ചരിത്രത്തിലെ വിവിധ കാലഘട്ടങ്ങളിലെ മൂല്യങ്ങളെയും ആശങ്കകളെയും പ്രതിഫലിക്കുന്നതിനായി പുനർനിർമ്മിച്ച ഒരു പുരാണ ആഖ്യാനമായി രാമായണത്തെ കാണാൻ കഴിയും. രാമായണത്തിലെ കഥാപാത്രങ്ങൾ രാമൻ, സീത, രാവണൻ, ഹനുമാൻ തുടങ്ങിയവർ മനുഷ്യാനുഭവത്തിന്റെ വ്യത്യസ്ത വശങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആദർശ രൂപങ്ങളായി വ്യാഖ്യാനിക്കാം. ഉത്തമ രാജാവായ രാമൻ ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്നു. അതേസമയം രാക്ഷസ രാജാവായ രാവണൻ അഹംഭാവത്തിന്റെയും അനിയന്ത്രിതമായ ആഗ്രഹത്തിന്റെയും വിനാശകരമായ ശക്തിയെയും പ്രതീകപ്പെടുത്തുന്നു. അതികഠിനമായ യാതനകൾ സഹിക്കുകയും രാമനോടുള്ള തന്റെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന സീത വിശുദ്ധിയെയും വിശ്വസ്തതയും പ്രതിനിധീകരിക്കുന്നു. രാമന്റെ സമർപ്പിത ദാസനായ ഹനുമാൻ നിസ്വാർത്ഥ സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും ആൾരൂപമാണ്. ഈ വീക്ഷണത്തിൽ രാമായണം പ്രാഥമികമായി ചരിത്രപരമായ കൃത്യതയെക്കുറിച്ചല്ല, മറിച്ച് നന്മയും തിന്മയും, വിശ്വസ്തതയും വിശ്വാസവഞ്ചനയും, കഷ്ടപ്പാടും വീണ്ടെടുപ്പും എന്നീ വിഷയങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതായി ബന്ധപ്പെട്ടിരിക്കുന്നു. കർത്തവ്യത്തിന്റെ സ്വഭാവം, നീതിയുടെ പ്രാധാന്യം, മാനുഷിക ബന്ധങ്ങളുടെ സങ്കീർണതകൾ എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ വായനക്കാർക്ക് നൽകുന്ന ധാർമ്മികവും ദാർശനികവുമായ ഒരു മാർഗനിർദ്ദേശമായാണ് ആഖ്യാനം പ്രവർത്തിക്കുന്നത്. രാമായണത്തിലെ സംഭവങ്ങൾ തീയതി നിശ്ചയിക്കാൻ ചില പണ്ഡിതന്മാർ ഉപയോഗിച്ച കൂടുതൽ കൗതുകകരമായ രീതികൾ ഒന്ന് ജ്യോതിശാസ്ത്ര വിശകലനമാണ്. ആഖ്യാനത്തിലെ പ്രധാന നിമിഷങ്ങളിൽ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം പോലുള്ള ആകാശ സംഭവങ്ങളെക്കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ രാമായണത്തിൽ അടങ്ങിയിരിക്കുന്നു. ഉദാഹരണത്തിന് ഭഗവാൻ രാമന്റെ ജനന സമയത്തും മറ്റ് സുപ്രധാന സംഭവങ്ങളിലും ചില ഗ്രഹങ്ങളുടെ വിന്യാസത്തെ ഇതിഹാസം വിവരിക്കുന്നു. ആധുനിക ജ്യോതിശാസ്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചില ഗവേഷകർ ഈ ആകാശ സംഭവങ്ങൾ എപ്പോഴാണ് സംഭവിച്ചതെന്ന് നിർണ്ണയിക്കാൻ ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില കണക്കുകൾ പ്രകാരം രാമായണത്തിൽ വിവരിച്ചിരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ ഏകദേശം BC 5000 അല്ലെങ്കിൽ അതിനു മുമ്പുള്ള തീയതികളുമായി പൊരുത്തപ്പെടുന്നു. എന്നിരുന്നാലും ഈ രീതി വളരെ വിവാദപരമാണ്. രാമായണത്തിലെ ജ്യോതിശാസ്ത്രപരമായ വിവരണങ്ങൾ കൃത്യമായ നിരീക്ഷണങ്ങളെക്കാൾ പ്രതീകാത്മകമോ കാവ്യാത്മകമോ ആയിരിക്കാമെന്നും ഇതിഹാസത്തിലെ അത്തരം വിവരണങ്ങളെ ആശ്രയിക്കുന്നത് ഊഹക്കച്ചവടമാണെന്ന് വിമർശകർ വാദിക്കുന്നു. ജ്യോതിശാസ്ത്രപരമായ കാലഗണന കൗതുകകരമായ ഒരു സമീപനമാണെങ്കിലും രാമായണത്തിലെ സംഭവങ്ങൾ ചരിത്രപരമാണെന്നതിന് ഇത് കൃത്യമായ തെളിവുകൾ നൽകുന്നില്ല. ഇതിഹാസത്തിന് പിന്നിലെ സത്യത്തിനായുള്ള തുടർച്ചയായുള്ള തിരച്ചിലിൽ ഇതൊരു അനുബന്ധ ഉപകരണമായി തുടരുന്നു.
തോന്നുന്നു. രാമായണം പോലുള്ള പുരാതന ഇതിഹാസങ്ങളിൽ കെട്ടുകഥയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം തോന്നുന്നത്ര വ്യക്തമല്ല. ഇലിയഡ്, ഒഡീസി, മഹാഭാരതം, ബൈബിൾ എന്നിവയുൾപ്പെടെ നിരവധി പുരാതന ഗ്രന്ഥങ്ങൾ ചരിത്ര സംഭവങ്ങളെ പുരാണങ്ങൾ, പ്രതീകാത്മകത, ധാർമ്മിക പഠിപ്പിക്കലുകൾ എന്നിവയുമായി സംയോജിപ്പിക്കുന്നു. പുരാതന കാലത്ത് ചരിത്രവും പുരാണവും തമ്മിലുള്ള രേഖ പലപ്പോഴും മങ്ങിയതായിരുന്നു. കഥകൾ മുൻകാല സംഭവങ്ങളുടെ രേഖകളായും ആഴത്തിലുള്ള സത്യങ്ങൾ അറിയിക്കുന്നതിനുള്ള വാഹനങ്ങളായും പ്രവർത്തിച്ചിരുന്നു. രാമായണത്തിന്റെ കാര്യത്തിൽ കഥ ചരിത്രപരമായ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കാം. പക്ഷെ ആ സംഭവങ്ങൾ കാലക്രമേണ പുരാണവൽക്കരിക്കപ്പെടുകയും അലങ്കരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാമായണം യഥാർത്ഥ സംഘട്ടനങ്ങളെയും രാജാക്കന്മാരെയും രാജ്യങ്ങളെയും പ്രതിഫലിപ്പിച്ചേക്കാമെങ്കിലും കഥാപാത്രങ്ങളും സംഭവങ്ങളും അവയുടെ ചരിത്രപരമായ ഉത്ഭവത്തെ മറികടക്കുന്ന പ്രതീകാത്മക അർത്ഥങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആധുനിക കാലത്ത് രാമായണം പ്രചോദനത്തിന്റെയും സംവാദത്തിന്റെയും ഉറവിടമായി തുടരുന്നു. എണ്ണമറ്റ സിനിമകൾ, ടെലിവിഷൻ ഷോകൾ, നാടകങ്ങൾ, നോവലുകൾ എന്നിവയിലേക്ക് ഇത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. രാമായണത്തിന്റെ ഓരോ പുതിയ പുനർവായനയും അതിന്റെ കാലത്തെ ആശങ്കകളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നു. ഉദാഹരണത്തിന് രാമായണത്തിന്റെ ഫെമിനിസ്റ്റ് വ്യാഖ്യാനങ്ങൾ സീതയുടെ ചിത്രീകരണത്തിലും കഥയിലെ സ്ത്രീകളുടെ പങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതേസമയം പാരിസ്ഥിതിക വ്യാഖ്യാനങ്ങൾ രാമന്റെ യാത്രയും പ്രകൃതി ലോകവും തമ്മിലുള്ള ബന്ധത്തെ എടുത്തു കാണിക്കുന്നു. പുതിയ സന്ദർഭങ്ങളിൽ വീണ്ടും പറയപ്പെടുന്നതിനനുസരിച്ച് പരിണമിക്കുകയും മാറുകയും ചെയ്യുന്ന ഒരു ജീവനുള്ള ഗ്രന്ഥമായി രാമായണം നിലനിൽക്കുന്നുവെന്ന് ഈ ആധുനിക വ്യാഖ്യാനങ്ങൾ ഊന്നിപ്പറയുന്നു. ഈ അർത്ഥത്തിൽ രാമായണം സാങ്കല്പികവും യാഥാർത്ഥ്യവുമാണ്. ഇത് പുരാതന ചരിത്രത്തിൽ വേരൂന്നിയ ഒരു കഥയാണ്. പക്ഷെ കാലത്തിലും സ്ഥലത്തും വ്യത്യസ്ത രീതികളിൽ ആളുകളുമായി പ്രതിധ്വനിക്കുന്നത് തുടരുന്നു. അപ്പോൾ രാമായണം കെട്ടുകഥയാണോ അതോ യാഥാർത്ഥ്യമാണോ? ഉത്തരം സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. ചരിത്രപരവും പുരാവസ്തുശാസ്ത്രപരവുമായ വീക്ഷണകോണിൽ രാമായണത്തിലെ സംഭവങ്ങൾ വിവരിച്ചതുപോലെ കൃത്യമായി നടന്നുവെന്ന് തെളിയിക്കാൻ നിർണായകമായ തെളിവുകളൊന്നുമില്ല. എന്നിരുന്നാലും ഇതിഹാസത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളായ അയോധ്യ, ലങ്ക എന്നിവ യഥാർത്ഥമാണ്. കൂടാതെ പുരാണ അലങ്കാരങ്ങൾക്ക് പിന്നിൽ ചരിത്രപരമായ പല ശരികളും ഉണ്ടായിരിക്കാം. മതപരവും സാംസ്കാരികവുമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ രാമായണം വളരെ യാഥാർത്ഥ്യമാണ്. ഇത് സഹസ്രാബ്ദങ്ങളായി കോടിക്കണക്കിന് ആളുകളുടെ ധാർമ്മികവും ആത്മീയവുമായ ജീവിതത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കഥാപാത്രങ്ങളും പ്രമേയങ്ങളും പുതിയ തലമുറകളെ പ്രചോദിപ്പിക്കുന്നത് തുടരുന്നു. രാമായണത്തിലെ സംഭവങ്ങൾ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചാലും ഇല്ലെങ്കിലും കഥ മനുഷ്യ സംസ്കാരത്തിൽ ശക്തവും നിലനിൽക്കുന്നതുമായ ഒരു ശക്തിയായി തുടരുന്നു. ആത്യന്തികമായി കാലത്തിന്റെയും സ്ഥലത്തിന്റെയും അതിരുകൾ മറികടക്കുന്ന ചരിത്രം, പുരാണം, ധാർമ്മികത, തത്വചിന്ത എന്നിവയുടെ സംയോജനമായ രാമായണം സാങ്കല്പികവും യാഥാർത്ഥ്യവുമായിരിക്കാം. ഈ ഘടകങ്ങളുടെ സംയോജനമാണ് രാമായണത്തിന് കാലാതീതമായ ആകർഷണം നൽകുകയും അത് വരും നൂറ്റാണ്ടുകളിൽ ചർച്ച ചെയ്യപ്പെടുകയും വീണ്ടും പറയപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത്. ഈ വീഡിയോ എവിടെ വെച്ച് നിർത്തുന്നു. പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്കും ചെയ്യണം.